1 ദിനവൃത്താന്തം 27-ാം അധ്യായം. സേനാനായകന്മാർ. ഇസ്രായേലിലെ കുടുംബത്തലവന്മാരുടെയും സഹസ്രാധിപന്മാരുടെയും ശതാധിപന്മാരുടെയും രാജസേവകരുടെയും പേരുവിവരം. 24,000 പേരടങ്ങുന്ന സംഘം ഓരോ മാസവും തവണ വെച്ച് തങ്ങളുടെ നേതാവിൻ്റെ കീഴിൽ ജോലി ചെയ്തു. 1-ാം മാസം പേരെസ് വംശജനായ സബ്ദിയേലിൻ്റെ പുത്രൻ യശോബെയാമിൻ്റെ കീഴിൽ 24,000 പേർ സേവനമനുഷ്ഠിച്ചു. 2-ാം മാസം അഹോഹ്യനായ ദോദായിയുടെ കീഴിൽ 24,000 പേർ. 3-ാം മാസം പുരോഹിതനായ യഹോയാദയുടെ പുത്രൻ ബനായായുടെ കീഴിൽ 24,000 പേർ. 30 പേരിൽ ശക്തനും അവരുടെ നായകനുമായ ബനായ ഇവനാണ്. ഇവൻ്റെ മകൻ അമിസാബാദ് സംഘത്തിൻ്റെ ചുമതല വഹിച്ചു. 4-ാം മാസം യോവാബിൻ്റെ സഹോദരൻ അസഹേലിൻ്റെ കീഴിൽ 24,000 പേർ. അവനുശേഷം മകൻ സെബാദിയ സംഘത്തിൻ്റെ നേതൃത്വം ഏറ്റെടുത്തു. 5-ാം മാസം ഇസ്രാഹ്യനായ ഷംഹുത്തിൻ്റെ കീഴിൽ 24,000 പേർ. 6-ാം മാസം തെക്കോവ്യനായ ഇക്കേഷിൻ്റെ മകൻ ഈരായുടെ കീഴിൽ 24,000 പേർ. 7-ാം മാസം എഫ്രായിം ഗോത്രജനും പെലോന്യനുമായ ഹെലസിൻ്റെ കീഴിൽ 24,000 പേർ. 8-ാം മാസം സെറഹ്യ വംശജനും കുഷാത്യനുമായ സിബെഗായിയുടെ കീഴിൽ 24,000 പേർ. 9-ാം മാസം ബെഞ്ചമിൻ ഗോത്രജനായ അനത്തോത്തിലെ അബിയേസറിൻ്റെ കീഴിൽ 24,000 പേർ. 10-ാം മാസം സെറഹ്യ വംശജനും നെത്തോഫഹ്യനുമായ മഹറായിയുടെ കീഴിൽ 24,000 പേർ. 11-ാം മാസം എഫ്രായിം ഗോത്രജനും പിറത്യോന്യനുമായ ബെനായായുടെ കീഴിൽ 24,000 പേർ. 12-ാം മാസം ഒത്നിയേൽ വംശജനും നെത്തോഫാത്യനുമായ ഹെൽദായിയുടെ കീഴിൽ 24,000 പേർ. ഗോത്രാധിപന്മാർ. ഇസ്രായേൽ ഗോത്രങ്ങളിൽ റൂബൻ്റെ അധിപനാണ് സിക്രിയുടെ മകൻ എലിയേസർ. ശിമയോൻ്റെ അധിപൻ മാഖായുടെ മകൻ ഷെഫാത്തിയ. ലേവിയുടെ അധിപൻ കെമുവേലിൻ്റെ മകൻ ഹഷാബിയ. അഹറോൻ കുടുംബത്തിൻ്റെ തലവൻ സാദോക്കായിരുന്നു. ദാവീദിൻ്റെ സഹോദരന്മാരിൽ ഒരുവനായ എലീഹു യൂദായുടെ തലവൻ. മിഖായേലിൻ്റെ മകൻ ഒമ്രി ഇസാക്കറിൻ്റെ തലവൻ. ഒബാദിയായുടെ മകൻ ഇഷ്മായിയ സെബുലൂൻ്റെ തലവൻ. അസ്രിയേലിൻ്റെ മകൻ യെറേമോത്ത് നഫ്താലിയുടെ അധിപൻ. അസാസിയായുടെ മകൻ ഹോഷയ എഫ്രായിമിൻ്റെ അധിപൻ. പെദായായുടെ മകൻ ജോയേൽ മനാസയുടെ അർദ്ധഗോത്രത്തിൻ്റെ തലവൻ. സഗറിയായുടെ മകൻ ഇദ്ദോ ഗിലെയാദിലുള്ള മനാസയുടെ മറ്റേ അർദ്ധഗോത്രത്തിൻ്റെ അധിപൻ. അബ്നേറിൻ്റെ മകൻ ജാസിയേൽ ബെഞ്ചമിൻ്റെ തലവൻ. യെറോഹാമിൻ്റെ മകൻ അസരേൽ ദാനിൻ്റെ അധിപൻ. ഇവരാണ് ഇസ്രായേൽ ഗോത്രങ്ങളുടെ അധിപന്മാർ. കർത്താവ് ഇസ്രായേലിനെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ വർദ്ധിപ്പിക്കുമെന്ന് അരുളി ചെയ്തിട്ടുണ്ടായിരുന്നതിനാൽ ദാവീദ് 20 വയസ്സിന് താഴെയുള്ളവരുടെ എണ്ണമെടുത്തില്ല. സെരൂയയുടെ മകൻ യോവാബ് ജനസംഖ്യയെടുക്കാൻ ആരംഭിച്ചെങ്കിലും പൂർത്തിയാക്കിയില്ല. എന്നിട്ടും ഇസ്രായേലിനെതിരെ ദൈവകോപമുണ്ടായി. എടുത്ത എണ്ണം ദാവീദിൻ്റെ ദിനവൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിട്ടുമില്ല. മേൽനോട്ടക്കാർ. രാജഭണ്ഡാരങ്ങളുടെ ചുമതല അബിയേലിൻ്റെ മകൻ അസ്മാവത്തിനായിരുന്നു. വലിയ നഗരങ്ങളിലും പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലുമുള്ള സംഭരണശാലകളും ഗോപുരങ്ങളും ഉസിയായുടെ മകൻ ജൊനാഥാൻ്റെ ചുമതലയിൽ ആയിരുന്നു. ഗലൂബിൻ്റെ മകൻ എസ്രി കൃഷിക്കാരുടെ മേൽനോട്ടം വഹിച്ചു. റാമാത്യനായ ഷിമയി മുന്തിരിത്തോട്ടങ്ങളുടെ ചുമതല ഏറ്റു. ഷിഫ്മ്യനായ സബ്ദി വീഞ്ഞറകളുടെ ഭരണം നിയന്ത്രിച്ചു. ഷെഫേലായിലെ ഒലിവ് തോട്ടങ്ങളും അത്തിമരത്തോട്ടങ്ങളും ഗേദർക്കാരൻ ബാൽഹനാൻ്റെ കീഴിലായിരുന്നു. ഒലിവെണ്ണയുടെ സംഭരണശാല യോവാഷിൻ്റെ അധീനതയിലായിരുന്നു. ഷാറോൻ മേച്ചിൽപ്പുറങ്ങളിലെ കന്നുകാലികൾ അവിടത്തുകാരൻ ഷിത്രായിയുടെ സൂക്ഷിപ്പിലായിരുന്നു. താഴ്വരകളിലെ കന്നുകാലികൾ അദ്ലായിയുടെ മകൻ ഷാഫാത്തിൻ്റെ കീഴിലും. ഇഷ്മായേലിനായ ഒബീൽ ഒട്ടകങ്ങളുടെ ചുമതല വഹിച്ചു. മെറോണോത്യനായ യഹ്ദേയ്യ പെൺകഴുതകളുടെയും
ഹഗ്രിത്യനായ യാസിസ് ആട്ടിൻപറ്റങ്ങളുടെയും സംരക്ഷണ ചുമതല വഹിച്ചു. ദാവീദ് രാജാവിൻ്റെ സമ്പത്തിൻ്റെ ചുമതല വഹിച്ചത് ഇവരാണ്. ദാവീദിൻ്റെ അമ്മാവനായ ജൊനാഥാൻ പണ്ഡിതനും നിയമജ്ഞനുമായ ഉപദേഷ്ടാവായിരുന്നു. ഇവനും ഹക്മോനിയുടെ മകൻ യെഹിയേലും രാജകുമാരന്മാരുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ നോക്കി. അഹിത്തോഫൽ രാജാവിൻ്റെ ഉപദേഷ്ടാവും അർക്യനായ ഹുഷായി മിത്രവുമായിരുന്നു. അഹിത്തോഫലിനു ശേഷം രാജോപദേഷ്ടാക്കളായി ബനായായുടെ മകൻ യഹോയാദയും അബിയാദറും സേവനം അനുഷ്ഠിച്ചു. യോവാബായിരുന്നു സേനാനായകൻ. കർത്താവിൻ്റെ വചനം.